നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. 1996 മുതലുള്ള PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്യുന്ന സീരീസാണിത്. ഈ സീരീസിലെ 17ാമത്തെ ക്ലാസ്സാണിത്. ഈ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 1999 PSC നടത്തിയ ബിൽ കളക്ടർ എന്ന് പറയുന്ന പരീക്ഷയിൽ ചോദിച്ച കുറച്ച് ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. എന്തായാലും നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കുക. Which among the following words is opposite in meaning to the word pass? A pass എന്ന് പറയുന്ന വാക്കിന് ഓപ്പോസിറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ പാസിന്റെ അർത്ഥം അറിയണം. എന്താണ് പാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പരിപാവനമായത് അല്ലെങ്കിൽ ദൈവഭക്തി ഉള്ളത് എന്നൊക്കെയാണ് പാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. റിലീജിയസ് മതപരമായ, ബ്യൂട്ടിഫുൾ മനോഹരമായ, അഗ്ലി മോശമായ, ഇംപ്യൂർ മലിനമായ, ഗോഡ്ലി ദൈവീകമായത്. അപ്പോൾ പയസ് പരിപാവനമായ വെച്ച് നോക്കുമ്പോൾ നമുക്കിവിടെ പറ്റുന്നത് ഏതാണ്? ഇംപ്യൂർ ആണ്. ഇതാണ് ഇംപ്യൂർ. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഈസ് സിനോണിമസ് ടു ദ വേർഡ് ഹാക്സ്? ഹാക്സ് എന്ന് പറയുന്ന വാക്കിന് സിനോണിമസ് ആയിട്ടുള്ളത്, ദാറ്റ് മീൻസ് അതിന്റെ സിനോണിം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഹാക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നുണ എന്നർത്ഥത്തില്ല, കള്ളം. അപ്പോൾ റൂമർ ആണോ, മിസ്റ്ററി ആണോ, ലൈ ആണോ, ട്രിക്ക് ആണോ, കണ്ണിങ് ആണോ? ഇപ്പൊ ഏതായിരിക്കും? ലൈ ആയിരിക്കും. ആണ് ലൈ. നുണ എന്നർത്ഥം വരുന്നത് ലൈ ആണ്. അടുത്ത ചോദ്യം. ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദ വേർഡ് ആർട്ടിസൻ. ആർട്ടിസൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. ക്രിട്ടിക് ആണോ, അത് വിമർശകനാണോ, വെണ്ടർ കച്ചവടക്കാരനാണോ, കളക്ടർ ആണോ, ക്രാഫ്റ്റ്സ്മാൻ ആണോ, അതോ ആർട്ടിസ്റ്റ് ആണോ? എന്താണ് ആർട്ടിസൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ക്രാഫ്റ്റ്സ്മാൻ ആണ്. എന്താണ്? ക്രാഫ്റ്റ്സ്മാൻ. ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പം ആർട്ടിസന്റെ അർത്ഥം എന്താണ്? ക്രാഫ്റ്റ്സ്മാൻ. ഇനി അടുത്ത ചോദ്യം. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ഫോം ഓഫ് ദ വേർഡ് ഫ്രം ദ ഓൾട്ടർനേറ്റീവ് ഗിവൺ ബിലോ ഇൻ ദ മീനിങ് എ ഡിസയർ ഫോർ പവർ ഓർ പൊസിഷൻ. അതായത് അധികാരത്തിനോടോ സ്ഥാനമാനത്തിനോടോ ഉള്ള ആഗ്രഹം എന്ന് സൂചിപ്പിക്കുന്ന വാക്ക് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ക്ലവർ ആണോ, അംബീഷ്യസ് ആണോ, കണ്ണിങ് ആണോ, ഷ്രൂഡ് ആണോ, ക്രേസി ആണോ? ഏതാണ്? അംബീഷ്യസ് ആണ്. ഇതാണ് അംബീഷ്യസ്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ഫോം ഓഫ് ദ വേർഡ് ഫ്രം ദ ഓൾട്ടർനേറ്റീവ് ഗിവൺ ബിലോ. ഈ കൊടുത്തിരിക്കുന്നതിനകത്ത് ശരിയായ സ്പെല്ലിംഗിൽ എഴുതിയിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. 40 ആണ് ഉദ്ദേശിക്കുന്നത്. 40 എന്ന് പറയുമ്പോൾ കറക്റ്റ് സ്പെല്ലിംഗ് എങ്ങനെയാണ്? FORTY ആണ്. 40 FORTY. ഓക്കെ, അതാണ് 40യുടെ കറക്റ്റ് സ്പെല്ലിംഗ്. FORTY. അപ്പം അങ്ങനെ ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് നോക്കുമ്പോൾ ഇവിടെ അങ്ങനെയുള്ള വാക്കില്ല. ഇത് തെറ്റാണ് 40. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ നൺ ഓഫ് ദീസ് ആണ്. അതാണ് നൺ ഓഫ് ദീസ്. ഇനി അടുത്ത് നോക്കാം. റൈറ്റ് ദ വെർബൽ ഫോം ഓഫ് ദ ഫോളോയിങ് വേർഡ്സ്. ഈ തന്നിരിക്കുന്നതിന്റെ വെർബ് ഫോംസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ന്യൂസെൻസ്. എന്താണ്? മേക്ക് ന്യൂസെൻസ് എന്നാണ്. അതാണ് മേക്ക് ന്യൂസെൻസ്. ഇനി ഡിഫറൻസിന്റെ വെർബ് ഫോം എന്താണ്? ഡിഫർ. DIFFER. അതാണ് വെർബ് ഫോം. ഓക്കെ. അടുത്ത ചോദ്യം. ഗീവ് ദ പാസ്റ്റ് ടെൻസ് ഫോം ഓഫ് ദ ഫോളോയിങ് വേർഡ്സ്. അതായത് തന്നിരിക്കുന്ന വാക്കുകളുടെ പാസ്റ്റ് ഫോം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് V2 ഫോം. കട്ടിന്റെ V2 V3 തന്നെയായിരിക്കും. കട്ട് തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കട്ട് എന്ന് എഴുതാം. കാരണം V2 V3 ഒന്ന് തന്നെയാണ്. ഇനി വർക്ക് നമുക്കറിയാം. ഒരു ED കൊടുത്താൽ മതി. അപ്പം വർക്ക്. അടുത്ത ചോദ്യം. യൂസ് ദ ഫോളോയിങ് ഫ്രേസ് ഇൻ എ മീനിങ് ഫുൾ സെന്റൻസ്. മേക്കപ്പ്. മേക്കപ്പ് എന്ന് പറയുന്ന ഈ ഫ്രേസ് നമ്മൾ സെന്റൻസിൽ ഉപയോഗിക്കുക എന്ന് പറയുന്നത്. മേക്കപ്പ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? മെച്ചപ്പെടുത്തുക അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യുക എന്നൊക്കെയാണ് മേക്കപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കാണെങ്കിൽ ഒരു എന്താണ് സെന്റൻസ് പറയാം. എങ്ങനെയാണ്? മോഹൻ ഓൾവേസ് ട്രൈസ് ടു മേക്കപ്പ് ഹിസ് ബിഹേവിയർ വെൻ ഹി ഈസ് ഇൻ സ്കൂൾ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. റീറൈറ്റ് ദ ഫോളോയിങ് സെന്റൻസ് റിമൂവിങ് ടു. ദ ന്യൂസ് ഈസ് ടു ഗുഡ് ടു ബി ട്രൂ. ഈ ടു മാറ്റി എഴുതണം നമ്മൾ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ടു മാത്രമല്ല നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ടി വരിക. അങ്ങനെ ആകുമ്പോൾ ഈ ടൂവിനെ നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ടി വരും. ഈ ടൂവിനെ നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ടി വരും. കാരണം എന്താ? ടു എന്ന് പറയുന്നൊരു എക്സ്പ്രഷനാണ്. അതിന് പകരം നമുക്ക് എഴുതാൻ പറ്റുന്ന എങ്ങനെയുള്ളതാണ്?
സോ പിന്നെ ദാറ്റ് പിന്നെ നോട്ട്. സോ ദാറ്റ് നോട്ട്. അതായത് സോ ദാറ്റ് നോട്ടും ടു സെയിം മീനിങ് ആയിരിക്കും തരിക. അപ്പൊ ഈ ടു മാറ്റാൻ പറയുമ്പോൾ ഈ ടുവിൻ്റെ കൂടെ ആരും മാറും, ഈ ടുവും കൂടെ മാറും. എന്നിട്ട് അതിനെ റീറൈറ്റ് എഴുതാൻ പറയുമ്പോൾ നമ്മൾ ഏത് രീതിയിലായിരിക്കണം പിന്നെ എഴുതേണ്ടത്? സോ ദാറ്റ് നോട്ട് എന്ന രീതിയിലുള്ള എക്സ്പ്രഷൻ വെച്ചുകൊണ്ടായിരിക്കണം, ആ കൺസ്ട്രക്ഷൻ വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ദ ന്യൂസ് ഈസ് ടു, ഈ ടുവിന് പകരം നമ്മൾ ഈ സോ എഴുതുക. സോ എന്നിട്ട് അതിനുശേഷം ഗുഡ്, എന്നിട്ട് അതിനുശേഷം ദാറ്റ്, എന്നിട്ട് ഇറ്റ്. കാരണം എന്താ? നമ്മൾ ഈ ന്യൂസിനെ കുറിച്ചാണ് പറയുന്നത്. ന്യൂസ് അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ പറയാൻ നമ്മൾ ഉപയോഗിക്കേണ്ട പ്രൊനൗൺ എന്തായിരിക്കണം? ഇറ്റ് ആയിരിക്കണം. അപ്പോൾ പിന്നെ ഇറ്റ് നമുക്ക് എഴുതാം. എന്നിട്ട് ക്യാൻ, അതിനുശേഷം നോട്ട്. അപ്പോൾ ഇറ്റ് ക്യാൻ നോട്ട്, പിന്നെ ബാക്കി ബി ട്രൂ. ഓക്കെ, അങ്ങനെ വരും ദ ന്യൂസ് ഈസ് സോ ഗുഡ് ദാറ്റ് ഇറ്റ് ക്യാൻ നോട്ട് ബി ട്രൂ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. റീറൈറ്റ് ദ ഫോളോയിങ് സെന്റൻസ് യൂസിങ് ദ പാസീവ് ഫോം ഓഫ് ദ വെർബ്. അത് ഇവിടെ തന്നിരിക്കുന്ന ഈ സെന്റൻസിന്റെ വെർബ് അതിന്റെ പാസീവ് ഫോമിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ഈ തന്നിരിക്കുന്ന സെന്റൻസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റാനാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ പാസീവ് വോയിസിലേക്ക് മാറ്റാം? നോക്കുക. ദ സോൾജർ കിൽഡ് ഹിസ് എനിമി എന്ന് പറയുമ്പോൾ അതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് ആദ്യം എന്താണ് കൊണ്ടുവരേണ്ടത്? ഒബ്ജക്റ്റിനെയാണ് കൊണ്ടുവരേണ്ടത്. അല്ലെ? പാസീവ് വോയിസ് എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? ഒബ്ജക്റ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒബ്ജക്റ്റ് ഏതാണ്? ഹിസ് എനിമി. ഹിസ് എനിമി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങണം. ഓക്കെ, എങ്ങനെ തുടങ്ങണം? ഹിസ് എനിമി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങണം. അപ്പോൾ അങ്ങനെ ഹിസ് എനിമി എന്ന് നമ്മൾ തുടങ്ങുകയാണ്. ഹിസ് എനിമി. അപ്പോൾ ഒബ്ജക്റ്റ് നമ്മൾ ആദ്യം എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന സെന്റൻസ് നോക്കുക. ഈ സെന്റൻസ് ഏത് ടെൻസ് ആണെന്ന് നോക്കുക. നോക്കുമ്പോൾ കിൽഡ് എന്ന് പറയുമ്പോൾ അത് V2 ഫോം ആണ്. അപ്പോൾ V2 ഫോം പാസീവ് വോയിസിലേക്ക് മാറുമ്പോൾ എന്താവും? വാസ് ഓർ വേർ പ്ലസ് V3 എന്ന് മാറ്റണം. അത് V2 ഫോംസിനെയൊക്കെ നമ്മൾ വാസ് ഓർ വേർ പ്ലസ് V3യിലേക്ക് മാറ്റണം. അപ്പം നമുക്കിവിടെ നോക്കുക. ഹിസ് എനിമി കഴിഞ്ഞിട്ട് വാസ് ഓർ വേർ എഴുതണം. അതിനെ ആശ്രയിച്ചാൽ, ഈ ഒബ്ജക്റ്റിനെ ആശ്രയിച്ചാൽ അപ്പം എന്തൊരു വാസ് ആണ് വരിക. കാരണം ഹിസ് എനിമി എന്നുള്ള സിംഗിൾ ആയതുകൊണ്ട് വാസ്. പിന്നെ ഈ പറയുന്ന വെർബിന്റെ V3 ഫോം അതും തന്നെയാണ്, കിൽഡ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ദി ഹിസ് എനിമി വാസ് കിൽഡ് എന്നായി. പിന്നെ ബൈ പ്ലസ് സബ്ജക്റ്റ്, ബൈ എഴുതിയിട്ട് പിന്നെ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ്? ദ സോൾജിയർ, ബൈ ദ സോൾജിയർ. അപ്പം അങ്ങനെ വരും ഹിസ് എനിമി വാസ് കിൽഡ് ബൈ ദ സോൾജിയർ എന്ന് വരും. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ പറയുന്ന പരീക്ഷയിൽ ചോദിച്ചത്. അപ്പോൾ എന്തായാലും ഈ ക്ലാസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായി ഞാൻ കരുതുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.